മലയാളത്തിന്റെ പ്രിയ നടൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവകാലത്ത് അനുവദിക്കപ്പെടാവുന്ന പല പല ആഘോഷങ്ങളിൽ ഒന്നായി ഇതിനെ കണ്ടാൽ മതി. പക്ഷേ ഇതിനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇതൊരു PR എക്സസൈസ് ആണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. രാഷ്ട്രീയമായി എന്തെങ്കിലും അധാർമികമായൊരു സംഗതിയാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ് ബിൽഡിംഗ് എക്സസൈസിൻ്റെ വേറൊരു ഹൈ എൻഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലാണ് ആ ഇൻ്റർവ്യൂ വരാൻ പോകുന്നത് എന്ന് തോന്നുന്നു. ഒരു ഭരണകർത്താവ്, അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, അത് അടുത്തൊരു ഓഡിറ്റ്, പോപ്പുലർ ഓഡിറ്റ് നേരിടുമ്പോൾ ചോദിക്കേണ്ട ഹാർഡായ ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ടോ എന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പിണറായി വിജയനെ പോലൊരാൾക്ക് ഇപ്പോഴും ഒരു പ്രതിച്ഛായ നിർമ്മിതിയുടെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം തന്നെയും പാർട്ടിയും കരുതുന്നുണ്ട് എന്നാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക്. മലയാളത്തിൻ്റെ പ്രിയ നടൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന പേരിൽ ആ ഇൻ്റർവ്യൂ ടെലിവിഷൻ ചാനലുകളിൽ അതിൻ്റെ പ്രൈം ടൈമിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്നു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തർക്കവിതർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ബഷീർ, ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയ ആഘോഷമാണ്, തെരുവുകളിലെ ആഘോഷമാണ്. അതുപോലെ ആ പണത്തിൻ്റെ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ടേംസിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടാകുന്നൊരു സമയമാണ്. വലിയ തോതിൽ പണം മാർക്കറ്റിലേക്ക് ഇറങ്ങും പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. ആ നിലയ്ക്ക് വലിയ ആഘോഷമാണ്. നമ്മൾ ഏതാണ്ട് ഇപ്പോൾ ഓണം, ക്രിസ്മസ് അല്ലെങ്കിൽ പെരുന്നാളുകൾ, ഈ സന്ദർഭവുമായി വേണമെങ്കിൽ തട്ടിച്ചു നോക്കാം. അത്രയും ആഘോഷമുള്ള ഒരു അവസരമാണ്. അത്തരം ഒരു ആഘോഷമുള്ള അവസരത്തിൽ ഒരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇതൊരു PR എക്സസൈസ് ആണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതിനെക്കുറിച്ചുണ്ടാകുന്ന ഏറ്റവും വലിയ വിവാദങ്ങളിലും ആരോപണങ്ങളിലും ഒന്ന് സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് PR എക്സസൈസ് നടത്തുന്നു എന്നുള്ളതാണ്. ബഷീർ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? സർക്കാർ പണം ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. വരാൻ പോകുന്നേ ഉള്ളൂ. സർക്കാർ പണം ഉപയോഗിച്ചിരിക്കാനാണ് സാധ്യത. ഇത് രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി എന്നത്, അതല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും PR മേഖലയുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥ, അതാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അക്കൂട്ടത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി വരുന്നു എന്ന പരിഗണന മാത്രമേ അതിന് നൽകേണ്ടതുള്ളൂ. രാഷ്ട്രീയമായി എന്തെങ്കിലും അധാർമികമായൊരു സംഗതിയാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ലോകത്ത് ഒട്ടുമിക്ക ജനാധിപത്യ സംവിധാനങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കയ്യിൽ കിട്ടാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കൊഴുപ്പിക്കുക എന്നതൊരു രീതിയാണ്. അതിൽ ബറാക്ക് ഒബാമ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ സെലിബ്രിറ്റിയുമായി ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ട്രംപ് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. സെലൻസ്കി സ്വന്തം നിലയിൽ തന്നെ ഒരു കൊമേഡിയനായിരുന്നു. അദ്ദേഹം ഒരു മ്യൂച്വൽ ഇൻ്റർവ്യൂ, അദ്ദേഹം തന്നെ ചോദ്യം ചോദിച്ച് അദ്ദേഹം ഉത്തരം പറയുന്ന ഇൻ്റർവ്യൂ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നരേന്ദ്രമോദി 2019 അക്ഷയ് കുമാറുമായി ഇൻ്റർവ്യൂ, അദ്ദേഹത്തിൻ്റെ അഭിമുഖം, അദ്ദേഹത്തിൻ്റെ ആ വീട്ടുവളപ്പിലെ ലോണിന് വെച്ച് ഉള്ളൊരു ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അത് ANI ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ANI അത് ഇന്ന് ഇവിടെ പിണറായി ചെയ്യുന്നത് പോലെ എല്ലാ ചാനലുകൾക്കും കൊടുത്ത് അതിനെ, അതുപോലെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനെ വലിയ വൈറലാക്കുകയാണ് ചെയ്തത്. വ്യക്തിഗതമായ കാര്യങ്ങൾ, കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, കുട്ടിക്കാലത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അമ്മയോടുള്ള സ്നേഹം, പിന്നെ ഈ തരത്തിൽ സ്വന്തം മീംസ്, ഞാൻ തന്നെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ മീംസ് ഞാൻ ആസ്വദിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്ന ഒരു ഭാഗമായിരുന്നു അന്ന് വൈറലായിരുന്നത്. ഇതിൽ ഇല്ലാത്ത ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു ഭരണകർത്താവ്, അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, അത് അടുത്തൊരു ഓഡിറ്റ്, പോപ്പുലർ ഓഡിറ്റ് നേരിടുമ്പോൾ ചോദിക്കേണ്ട ഹാർഡായ ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ടോ എന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങളോ അത്തരത്തിലുള്ള ഉത്തരങ്ങളോ ഈ തരം അഭിമുഖങ്ങളിൽ സാധ്യമല്ല എന്നതാണ്. ഇതിനു മുമ്പുള്ള ഇത്തരം സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് മുഴുവൻ, രാഷ്ട്രീയ പ്രവർത്തകർ സെലിബ്രിറ്റീസുമായി നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഫോർമാറ്റ് ചോദ്യങ്ങളെ മാറ്റിവെച്ച് അപ്പുറത്തുനിന്ന് ഒരു ഇമേജ് ബിൽഡിന് വേണ്ടി പറയാനുള്ളത് പറയുക എന്നതാണ്. ഈ മോഹൻലാൽ പിണറായി വിജയൻ ഇൻ്റർവ്യൂ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. കണ്ടിട്ട് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുന്നതാവും ശരി. പക്ഷെ അതിൻ്റെ ടീസർ കാണുമ്പോൾ ഇപ്പോൾ ബഷീർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള ഇത്തരം
സെലിബ്രിറ്റി ഇൻ്റർവ്യൂസിൽ സംഭവിക്കുന്നത് പോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, പിന്നെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അങ്ങനെ ഒരു നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ് ബിൽഡിംഗ് എക്സസൈസിൻ്റെ ഒരു ഹൈ എൻഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലാണ് ആ ഇൻ്റർവ്യൂ വരാൻ പോകുന്നത് എന്ന് തോന്നുന്നു. അതിലപ്പുറത്തേക്ക് ഈ 10 കൊല്ലത്തെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണത്തിനെതിരായ വിമർശനങ്ങളിലെ കാമ്പുണ്ടോ എന്നുള്ളതോ, അല്ലെങ്കിൽ ചെയ്യാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതോ, അതിലുണ്ടായ പ്രതിസന്ധികളോ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ തോതിൽ വിമർശിക്കപ്പെട്ട വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്, ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുണ്ടായ വിമർശനങ്ങൾ, ഇതൊന്നും അതിൽ ചോദിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ചോദ്യം ചോദിക്കുന്ന ആൾ മോഹൻലാലാണ്. മോഹൻലാലിന് സൗകര്യമുള്ള, അല്ലെങ്കിൽ മോഹൻലാലിന് കുറച്ചും കൂടെ ഈസിനെസ് ഉള്ള ഒരു ചോദ്യങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ചോദിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ ഇൻ്റർവ്യൂ സിമി ഗ്രേവാൾ എടുത്തിട്ടുണ്ട്. അതിലും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം, ഇന്ദിരാഗാന്ധിയുടെ മരണസമയം, ആ സമയത്തുണ്ടായ വേദനകൾ, ഇതേക്കുറിച്ചൊക്കെയാണ് ആ ഇൻ്റർവ്യൂവിൽ പരാമർശിക്കപ്പെട്ടത്. അതുപോലെ ജയലളിതയുടെ ഇൻ്റർവ്യൂവും സിമി ഗ്രേവാൾ എടുത്തിട്ടുണ്ട്. ജയലളിതയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ്റർവ്യൂ ആയിട്ട് ഇപ്പോഴും നമ്മൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻ്റർവ്യൂകളിൽ ഒന്ന് സിമി ഗ്രേവാളുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ ആണ്. അതിൽ അവരുടെ പഠനം, അതിൽ സിനിമയിലേക്ക് വന്നത്, ജീവിതത്തിലുണ്ടായ ക്രൈസിസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നത്. ഒരു പേഴ്സണാലിറ്റിയെ കുറെ കൂടെ അവരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെടുത്തി അറിയുക എന്നുള്ളൊരു രീതിയാണ് അതിൽ ഒക്കെ ഫോളോ ചെയ്തത്. പക്ഷേ 2 വ്യത്യാസങ്ങളുള്ളത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഇൻ്റർവ്യൂ ആണെങ്കിലും ഇപ്പോൾ വരാൻ പോകുന്ന പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിലും, രണ്ടും ഒരു ഇലക്ഷൻ സിനാരിയോയിൽ പ്രീ ഡിസൈൻഡ് ആയി ചെയ്തതാണ് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഇൻ്റർവ്യൂ വന്ന ഘട്ടത്തിൽ അത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടത് മാത്രമല്ല പരിഹസിക്കപ്പെട്ടിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെറുപ്പകാലത്ത് മാങ്ങ എങ്ങനെയാണ് കഴിച്ചിരുന്നത് എന്ന മറ്റുള്ള ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു. നിങ്ങൾ മാങ്ങ പൂളിയാണോ കഴിക്കുക അതോ കടിച്ചു പറിക്കുകയാണോ ചെയ്യുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു പരിഹാസം എത്രത്തോളം ആണ് എന്നുള്ളത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. അതിന് അക്ഷയകുമാർ നൽകിയ മറുപടി, ഇതൊരു പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂ അല്ല, ഇത് പ്രധാനമന്ത്രി എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ കൗതുകകരമോ അല്ലെങ്കിൽ ഇതുവരെ ആളുകൾക്ക് അറിയപ്പെടാത്തതോ ആയ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ ഡിസൈൻ ചെയ്തൊരു ഇൻ്റർവ്യൂ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, ആ ഇൻ്റർവ്യൂവിൻ്റെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് ഇൻ്റർവ്യൂ വന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ ഹൈ ആയിരുന്നു. അതിൽ ദീർഘസമയമെടുത്ത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ മാത്രമല്ല, ഇൻ്റർവ്യൂ മാത്രമല്ല, ഇവർ മറ്റ് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നതിൻ്റെയൊക്കെ വിഷ്വൽ വലിയ തോതിൽ എടുത്തിട്ടാണ് ആ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്ത്. ഏതാണ്ട് അതും അതേപോലെ ഇവിടെയും കാണുന്നുണ്ട് ട്രെയിലറിൽ തന്നെ. അതുമാത്രമല്ല TK രാജീവ് കുമാറിനെ പോലൊരു സംവിധായകനാണ് ഈ ഇൻ്റർവ്യൂ പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സംവിധായകനാണ്. ഈ മോഡിയെയും പിണറായിയെയും പലരും പല ഘട്ടങ്ങളിൽ കമ്പയർ ചെയ്യാറുണ്ട്. രണ്ടുപേരുടെയും അധികാര പ്രയോഗത്തെ ചൊല്ലി ഇരുവരും സമാനരാണ് എന്ന ഒരു നെറേറ്റീവ് ചിലർക്കുണ്ട്. രണ്ടുപേർക്കും തമ്മിൽ ചില സാമ്യതകളുണ്ട് എന്ന്. പക്ഷേ ഈ അഭിമുഖത്തിൻ്റെ കാര്യത്തിലോ മാധ്യമങ്ങളോടുള്ള അപ്രോച്ചിൻ്റെ കാര്യത്തിലോ മോഡിയും പിണറായിയും തമ്മിൽ സാമ്യമുണ്ടെന്നോ, അക്ഷയ്കുമാർ 2019 അത് ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ ആയിരുന്നു 2019 അക്ഷയ്കുമാർ ഇൻ്റർവ്യൂ. പക്ഷേ അക്ഷയ്കുമാർ മോഡി ഇൻ്റർവ്യൂവിന് സമാനമാണ് പിണറായി മോഹൻലാൽ ഇൻ്റർവ്യൂ എന്ന് പറയാൻ കഴിയില്ല. കാരണം 5 വർഷം തുടർച്ചയായി ഭരിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിൽ പോലും മാധ്യമങ്ങൾക്ക് അവൈലബിൾ ആകാതിരുന്ന ഒരു പ്രധാനമന്ത്രി, രാജ്യത്തോട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു പ്രധാനമന്ത്രി, അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ ഒരു സെലിബ്രിറ്റിയുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും ആത്മസംഘർഷങ്ങളും ഒക്കെ പറയുകയായിരുന്നു. പിണറായി വിജയനെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് ആക്സസിബിൾ ആവാതിരുന്നൊരു മുഖ്യമന്ത്രിയാണ് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം റെഗുലറായി മാധ്യമങ്ങൾക്ക് ആക്സസിബിൾ ആയിരുന്നു. അവസാന കാലത്ത് മാധ്യമങ്ങളുമായി വലിയ തോതിൽ, പക്ഷേ മുൻകാലത്തെ മുഖ്യമന്ത്രിമാരെ പോലെ അത്ര റെഗുലർ അല്ലെങ്കിൽ പോലും റെഗുലറായി മാധ്യമങ്ങളുമായിട്ട്, പക്ഷേ ഒരു ചോദ്യങ്ങൾക്ക് അവൈലബിൾ ആവാതിരുന്ന ആളല്ല. സമീപകാലത്ത് വളരെ അഗ്രസീവായ ചോദ്യങ്ങളെ തന്നെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാൻ ശ്രമിക്കുന്ന ഒരാൾ സെലിബ്രിറ്റി വഴി സ്വയം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം പിണറായി വിജയൻ്റെ കാര്യത്തിൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ. പിണറായിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെ എങ്ങനെ നേരിട്ടു, പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്തു, എങ്ങനെയാണ് ഈ സംഘർഷങ്ങളെ മാനേജ് ചെയ്തത്, പ്രളയം പോലുള്ള, കോവിഡ് പോലുള്ള
കാര്യങ്ങൾ, വ്യക്തിഗതമായ വിമർശനങ്ങൾ, ഇതിനെല്ലാം എങ്ങനെ മറികടന്നു എന്ന ഒരു ചോദ്യത്തിന്, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് ജേർണലിസ്റ്റിക്കായ സാങ്കത്യമുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. പക്ഷേ മോഹൻലാൽ ചോദിക്കുന്ന ചോദ്യം നമ്മളിന്ന് കാണാതിരിക്കുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരത്തിന് പുറമെ രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ 10 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ആ 10 വർഷത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം തന്നെയായിരുന്നു ഇത്രയും കാലം ആഭ്യന്തരമന്ത്രിയായിരുന്നത്. ആ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് രാഷ്ട്രീയ എതിരാളികളും അല്ലാത്തവരും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വിമർശനം നേരിട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള ഉത്തരങ്ങൾക്ക് വളരെ കൃത്യമായ ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പക്ഷേ ലോകത്തെല്ലായിടത്തും രാഷ്ട്രീയ നേതാക്കൾ സമീപകാലത്തായി എടുത്തുപയോഗിക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഡിസ്കഷനിലേക്ക് വരുന്ന കാര്യങ്ങളെ സീനിൽ നിന്ന് മാറ്റിപ്പിടിക്കുക എന്നതാണ് ഇത്തരം സെലിബ്രിറ്റി ഇൻ്റർവ്യൂകളുടെ ഉദ്ദേശം. ഞാൻ വിചാരിക്കുന്നത് പിണറായി വിജയൻ സെലിബ്രിറ്റി ഇൻ്റർവ്യൂ അതിൻ്റെ ഒരു തുടക്കമായിരിക്കും. മലയാളത്തിലെ ഏറ്റവും അഗ്രസീവായ ജേർണലിസ്റ്റുകൾക്ക് മുമ്പിലിരുന്ന് അദ്ദേഹത്തിൻ്റെ പറയാനുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്നാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ബഷീർ സൂചിപ്പിച്ചല്ലോ, ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്നൊരു പണി ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അദ്ദേഹം ഇരുന്ന് വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെങ്കിൽ പോലും മോഹൻലാലുമായി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ എഫക്റ്റ് അത് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയി തോന്നുക ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളായിരിക്കും. അവർക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള വിഭവങ്ങൾ ഒരു പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പ്രളയം, കോവിഡ്, അതുപോലെയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത ഘട്ടത്തിൽ അത്തരം ഘട്ടങ്ങളിൽ അനുഭവിച്ച വ്യക്തിപരമായ ക്രൈസിസോ അല്ലെങ്കിൽ വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുത്തപ്പോഴുണ്ടായ ക്രൈസിസോ, ഇതൊക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ അതിലുണ്ടാവും. അതിനൊരു പക്ഷേ വളരെ ഇമോഷണൽ ആയിട്ടുള്ള മറുപടികളും ഉണ്ടാവും. ഇപ്പുറത്ത് ഇനി അങ്ങോട്ട് ഏത് ഇൻ്റർവ്യൂ നടത്തിയാലും ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇമോഷണൽ കണ്ടന്റ് എന്ന് പറയുന്നത് വലിയ തോതിൽ മാർക്കറ്റബിൾ ആണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ തോതിലുള്ളൊരു PR എക്സസൈസിൻ്റെ ഭാഗമാണ് ഇൻ്റർവ്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിണറായി വിജയനെ പോലൊരാൾക്ക് ഇപ്പോഴും ഒരു പ്രതിച്ഛായ നിർമ്മിതിയുടെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം തന്നെയും പാർട്ടിയും കരുതുന്നുണ്ട് എന്നാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു പ്രതിച്ഛായ നിർമ്മിതിയുടെ ആവശ്യമുണ്ട്, അതിന് പാകത്തിനൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ കൊടുക്കേണ്ടതുണ്ട്, അതോ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, അതിന് ഉപയോഗിക്കാവുന്ന സകല ടൂളും ഉപയോഗിക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതൊരു ക്യാമ്പയിൻ അപ്പാരറ്റസിൻ്റെ തീരുമാനമായിരിക്കാം. ഇത്തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂ വേണം എന്നുള്ളത് അതിൻ്റെ ഒരു ക്യാമ്പയിൻ രൂപപ്പെടുത്തുന്ന ആളുകളുടെ തീരുമാനമായിരിക്കാം. പക്ഷേ പിണറായി വിജയന് തന്നെ അത്തരത്തിലുള്ളൊരു ക്രൈസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ്റെതായി ഇതിന് മുമ്പ് വന്ന ഇൻ്റർവ്യൂ, കമൽഹാസൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, നവ്യ നായരുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. നവ്യ നായരുടെ ഇൻ്റർവ്യൂ കൈരളിയാണ് എടുത്തത്. അതൊരു ഓണക്കാലത്താണെന്നാണ്. മാവേലി നാടിൻ്റെ ചെന്താരകം എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. അതിൽ മീൻകറിയെക്കുറിച്ച് ഏതുതരം മീനാണ് ഇഷ്ടം, ഏതുതരം കറിയാണ് ഇഷ്ടം തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. കമൽഹാസൻ്റെ ഇൻ്റർവ്യൂ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയായിരുന്നു. പിണറായിക്ക് തന്നെ അത്തരത്തിൽ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസിനോട് ഒരു ക്രൈസ് ഉണ്ട്. പിണറായി സാധാരണഗതിയിൽ 1-to-1 വളരെ അഗ്രസീവായ ജേർണലിസ്റ്റുകളെ ഫേസ് ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രശ്നവുമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇന്ത്യ വിഷനിലൊരു അനുഭവം പറയാം. MV നികേഷ് കുമാർ ഇന്ത്യ വിഷൻ്റെ എഡിറ്ററായിരുന്ന ആദ്യത്തെ 7 വർഷവും അതിനുശേഷം ഇന്ത്യ വിഷൻ നിലനിന്ന 4 വർഷവും തുടർച്ചയായി 11 വർഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നേരിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ അയച്ചിട്ടുണ്ട്, നേരിട്ട് AKG സെൻറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാനും നികേഷും ഒന്നിച്ച് പോയി കണ്ടിട്ടുണ്ട്. VS കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചിട്ടുണ്ട് ഇന്ത്യ വിഷൻ ഒരു അഭിമുഖം തരൂ. പക്ഷേ ആ 11 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു അഭിമുഖവും ഇന്ത്യ വിഷൻ അനുവദിക്കാൻ അന്ന് പിണറായി തയ്യാറായിരുന്നില്ല. പിണറായി പകരം കുറെ കൂടി അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാവുന്ന ആളുകളിലേക്ക് അഭിമുഖം കൊടുക്കുക എന്ന രീതിയാണ്. അതൊരു രാഷ്ട്രീയ നേതാവിന് അങ്ങനെ ഒരു വഴി സ്വീകരിക്കും. കാലയളവിൽ ഒരുപക്ഷെ മനോരമ ചാനലിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ജോണി ലോക്കോസ് ഇൻ്റർവ്യൂ അതിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ വീണ്ടും റീസർഫേസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബുകളിലായിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ എന്താ പറയുക, അദ്ദേഹത്തിന് കൂടെ സ്വീകാര്യമാകുന്ന വിധത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ പ്ലാറ്റ്ഫോം. അക്കാലത്തെ ഒരു രീതി അറിയാലോ, വളരെ അഗ്രസീവായിരുന്നു ഇന്ത്യ വിഷൻ്റെ പൊസിഷൻ. അപ്പോൾ അത്തരം അഗ്രസീവായ ആളുകൾക്ക് മുമ്പിൽ, തന്നോട് വളരെ കണിശമായ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് മുമ്പിൽ വന്നിരുന്നു കൊടുക്കാനുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഒരാളുകൾ ജേർണലിസ്റ്റുകൾക്ക് മുമ്പിൽ അദ്ദേഹം വന്നിരുന്നു കൊടുത്തിട്ടില്ല. എനിക്ക് ഏത് ചോദ്യത്തെയും നേരിടാൻ കഴിയും എന്ന മട്ടിൽ
സാധാരണഗതിയിലുണ്ടല്ലോ ഒരു വളരെ മെച്ചോർഡായ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങൾ ചോദിക്കും ഞാൻ മറുപടി പറയാം എന്ന മട്ടിലുള്ളൊരു അപ്രോച്ച് എടുക്കുന്നതിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉള്ളതായി തന്നെ തോന്നിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഇന്ത്യ വിഷനിലെ ഈ അനുഭവം വെച്ചാണ്. അത് പക്ഷേ വേറൊരു റീസൺ അതിന് ഉണ്ടാകാം. കാരണം വെച്ചാൽ മാധ്യമങ്ങളോട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം തുടർച്ചയായി മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ് എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടാവുകയും മാധ്യമങ്ങളെ വലിയ തോതിൽ വിമർശിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി അത് ചെയ്തിരുന്നു. ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെയുള്ള പ്രയോഗങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുകൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം ഇൻ്റർവ്യൂകളിൽ നിന്ന് അദ്ദേഹം ഡെലിബറേറ്റായി മാറി നിന്നിട്ടുണ്ടാവുക. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വളരെ ഷ്രൂഡായിട്ടുള്ള, വളരെ സ്പെസിഫിക്കായി മറുപടി പറയാൻ കഴിവുള്ള വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. വാർത്താ സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അനിഷ്ടമുള്ള ചോദ്യങ്ങളോട് ആ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന വിധത്തിലോ വേണമെങ്കിൽ കയർത്തോ വേണമെങ്കിൽ ശാസനാരൂപേണയോ മറുപടി പറയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത്തരം മറുപടികളൊന്നും പരസ്യമായി പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് അദ്ദേഹം എന്ന് ആ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്ല, മറുപടി പറയാത്ത ആളോ മറുപടി ഇല്ലാത്ത ആളോ ഒന്നുമല്ല പിണറായി. അതേസമയം ചോദ്യങ്ങളെ നേരിടുന്ന എന്താ പറയുക, ചോദ്യങ്ങൾ അനുവദിക്കുന്നതിൽ, നേരിടുക എന്ന വാക്ക് വേണ്ട, ഹാർഷായ ചോദ്യങ്ങൾ അനുവദിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹം ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂ പക്ഷേ മനോരമയുടെ ഒരു പേഴ്സൺ അവാർഡ് ഇതിനുമായി ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു ആ ഇൻ്റർവ്യൂ വന്ന്. അത്തരത്തിലുള്ള അഭിമുഖങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷനാണിത്, വളരെ ഹാർഷായ ചോദ്യങ്ങൾ വരുമെന്നുറപ്പുള്ള തരം ഇൻ്റർവ്യൂസിന് ഇരിക്കാനുള്ളൊരു വിമുഖത അദ്ദേഹത്തിനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ ടീസറിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ ടീസറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ചോദ്യം, താങ്കൾക്ക് രജനീകാന്തിൻ്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്, ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ പിണറായിയുടെ മറുപടി, എനിക്ക് ആക്ഷൻ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതൊറ്റ സ്ക്രിപ്റ്റാണ്. ഇത് നവ്യ നായരുടെ ഇൻ്റർവ്യൂ എടുത്താലും ഇതിങ്ങനെ തന്നെയായിരുന്നു. രജനീകാന്താണ് ഏറ്റവും ഇഷ്ടമുള്ള നടൻ. ആ തരത്തിലുള്ള ഈ ആക്ഷൻ സിനിമകളെക്കുറിച്ചുള്ള ഇതൊന്നും ഈ മോഹൻലാലിൻ്റെതായി ഇപ്പോൾ വന്നിരിക്കുന്ന അഭിമുഖത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ച് വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു പുതുമയുമില്ല. ഇതെല്ലാം നേരത്തെ ഉള്ള സെലിബ്രിറ്റി ഇൻ്റർവ്യൂസിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതെ, അതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് അനുഭവങ്ങൾ പോലും ഈ അടുത്ത കാലത്ത് പല വേദികളിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന് മർദ്ദനമേൽക്കേണ്ടി വന്നതിനെക്കുറിച്ചൊക്കെ ഈ അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ സമീപകാലത്ത് പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ പഠനം നിർത്തേണ്ടി വന്ന കാര്യത്തെക്കുറിച്ച്, പഠനം പിന്നീട് തുടരാനിടയായ ഒരു അധ്യാപകൻ്റെ ഇടപെടലിനെക്കുറിച്ച്, ഇതൊക്കെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് ഇതിലും വരിക, ഇതിൻ്റെ ഉള്ളടക്കത്തിൽ ഉണ്ടാവുക എന്ന് തോന്നുന്നു. ആകെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് ചോദിക്കാനിരിക്കുന്നത് മോഹൻലാലാണ് എന്നുള്ളതായിരിക്കും. മോഹൻലാലിൻ്റെ തെരഞ്ഞെടുപ്പ് അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം കൈരളി ടി-വിയുടെ ചെയർമാനായിട്ട് മമ്മൂട്ടി അവിടെ ഇരിക്കെ എന്തിന് മോഹൻലാലിനെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ ചിലപ്പോൾ ഉയർന്നു വരാനിടയിൽ. മോഹൻലാലിൻ്റെ ഒരു സർവീസ് ആയിരിക്കാം ഒരു പക്ഷേ. മോഹൻലാൽ ഉമ്മൻചാണ്ടിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത് പക്ഷേ ജയ് ഹിന്ദ് ടി-വിക്ക് വേണ്ടിയായിരുന്നു. അതും ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് 2011 തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ആ നേതാവിനോടുള്ള ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കണ്ടാൽ മതി. അല്ല, അതിനെ വേറെ തരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്ന ആളുകളുണ്ട്. ചില സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലൊക്കെ മോഹൻലാൽ ഉൾപ്പെട്ട ചില കേസുകളെ കുറിച്ച് പരാമർശിക്കുന്നു. ആ കേസുകളിൽ അനുകൂല നിലപാട് എടുത്ത സർക്കാരുണ്ട് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ആനക്കൊമ്പ് കേസ് പോലെയുള്ള കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അനുകൂല നിലപാടെടുത്ത സർക്കാരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ളൊരു ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള മട്ടിലാണ് ഇൻ്റർവ്യൂ എന്നുള്ള മട്ടിലൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത്തരം വിമർശനങ്ങളുടെ ഒരു നീണ്ട നിര ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയം, രാജീവ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവകാലത്ത് അനുവദിക്കപ്പെടാവുന്ന പല പല ആഘോഷങ്ങളിൽ ഒന്നായി ഇതിനെ കണ്ടാൽ മതി. ഇതിൽ ചില കാര്യങ്ങൾ മറച്ചു പിടിക്കപ്പെടരുത്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കരുത്. ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ പോകരുത്. ഇത്രയേ ഉള്ളൂ. അതുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. റൈറ്റ്. എന്തായാലും ഇതൊരു PR എക്സസൈസ് ആണെന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റ് ആണത്. അതിന് ചിലവാക്കുന്നത് ഇപ്പോൾ സർക്കാർ ഫണ്ടാണ് എന്നുള്ള ആക്ഷേപം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സർക്കാർ ഫണ്ടാണെങ്കിലും എനിക്ക് അതിൽ വലിയ അത്ഭുതമല്ല. അത് ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഒരു അഡ്വാൻറ്റേജാണ് എല്ലാ കാലത്തും. കാരണം വെച്ചാൽ PR-ന്, പബ്ലിക് റിലേഷൻസിന് വേണ്ടി സർക്കാർ എല്ലാ ബജറ്റിലും ഒരു നിശ്ചിത തുക നീക്കിവെക്കുന്നുണ്ട്. ആ തുക ഏത് വിധത്തിൽ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നതും ആ സർക്കാരാണ്. അതിൻ്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഭരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് ഈ തരം പ്രചരണത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ മോഡിയുടെ കാര്യത്തിൽ 10,000 കോടി രൂപ ഇവിടെ കണക്ക് പോലും ചോദിക്കരുത് എന്നാണ് അപ്പോഴാണ് നമ്മൾ ഇതിനെ വിമർശിക്കാം. അപ്പോൾ അതിൽ അത്തരം ആരോപണങ്ങളിൽ വലിയ കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.
ഇൻ്റർവ്യൂവിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വരുന്നവർക്ക് ആ ഇൻ്റർവ്യൂ മുഴുവനായിട്ട് സംപ്രേഷണം ചെയ്യപ്പെടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി എന്തായിരിക്കും, ഇതൊക്കെ നമുക്ക് കാത്തിരിക്കാം. അതോ ഇത് അദ്ദേഹത്തിൻ്റെ ജീവിത കഥയുടെ കഥാപറച്ചിലിൻ്റെ ഒരു ആവർത്തനം മാത്രമായി ഇൻ്റർവ്യൂ ചുരുങ്ങുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.